കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബനസർ ഗോസ്പൽ മിനിസ്ട്രീസ് TV-യുടെ ദൈവവചന സന്ദേശവുമായി വീണ്ടും ദൈവജനത്തിനോടുകൂടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് വേഗമൃതമനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കാണിച്ച എല്ലാ പ്രാർത്ഥനയ്ക്കും ദൈവവചന സന്ദേശത്തിൻ്റെ സപ്പോർട്ടിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ അല്പമായി നിങ്ങളുമായി ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന വിഷയം ക്രിസ്തു ഒരു ദാസൻ മാത്രമോ എന്ന വിഷയമാണ്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും എല്ലാവരും തന്നെ അംഗീകരിക്കുവാൻ കഴിയാത്ത വിഷയമാണ്. ചിലർ യേശുവിനെ ഒരു ദാസനായി മാത്രം കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന മറ്റു ചിലർ അവനൊരു പ്രവാചകനെന്നും വെറുമൊരു മനുഷ്യനെന്നും ചിന്തിക്കുന്നുണ്ട്. വേറെ കൂട്ടർ യേശു ദൈവമാണ്, പക്ഷേ ഒന്നാമത്തെ ദൈവമല്ല, രണ്ടാമത്തെ ദൈവമാണ് എന്ന് പറയുന്നവരും ഈ ഗണത്തിൽപ്പെടുന്നവരുമാണ്. ഇങ്ങനെയുള്ള ചിന്താഗതികൾക്ക് കാരണമായി തീരുന്നത് അവരെ പഠിപ്പിക്കുന്നവരുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതും സത്യമായ ഒരു വിഷയം തന്നെയാണ്. ഏതൊരു സംഘടനയും അവർ മുന്നോട്ട് കടന്നു പോകുമ്പോൾ അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നവരുടെ പഠനമാണ് പിൻകാലങ്ങളിൽ അവർ വിധേയപ്പെടുന്നത്. അതിനനുസൃതമായിട്ട് അവർക്ക് അപ്പുറത്തേക്ക് മാറി ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയാത്ത വിധത്തിൽ അവരതിന് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ള കാര്യം ഒരു വിഷയം തന്നെയാണ്. എന്നാൽ ബൈബിൾ എന്തു പറയുന്നു എന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുമ്പോഴാണ് വ്യക്തതയോടുകൂടെ നമുക്ക് ഈ സത്യങ്ങളെ തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഒരു സംഘടനയുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ടല്ല ദൈവവചനത്തെ പഠിക്കേണ്ടത്, ദൈവവചനത്തെ ചിന്തിക്കേണ്ടത്. സംഘടന എന്ന് പറയുന്നത് ഈ ലോകത്തിൽ മനുഷ്യൻ കൊണ്ടുവരുന്നതായിട്ടുള്ള ഒരു വിഷയമാണ്. അതിനല്ല നമ്മുടെ ആത്മീയ ജീവിതം അടിയറവ് പറയേണ്ടത്. നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കണമെങ്കിൽ ദൈവവചനത്തിന് ആസ്പദമായി നാം ചിന്തിക്കേണ്ടതും ആവശ്യമായിരിക്കുന്നു. ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ആരെല്ലാം എന്തെല്ലാം പഠിപ്പിച്ചാലും ചിന്തിച്ചാലും അതൊന്നും ദൈവ വ്യവസ്ഥയല്ല എന്ന് നാം തിരിച്ചറിയേണ്ടതും ആവശ്യമായിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നതായ വിഷയങ്ങളുണ്ട്. യേശു കർത്താവ് തന്നെക്കുറിച്ച് പറയുന്നതായ വിഷയങ്ങളുമുണ്ട്. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ പരാമർശിക്കപ്പെടുന്നതായ പ്രധാനമേറിയ ഒരു വിഷയമുണ്ട്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാൻ വന്നതുപോലെ തന്നെ എന്നു പറഞ്ഞു. യേശു കർത്താവിനെ കുറിച്ച് തന്നെ പറയുന്നത് മനുഷ്യപുത്രൻ എന്ന് സംബോധനയാണ് ചെയ്യുന്നത്. അതെന്തിനാണ് യേശുവിനെ തന്നെ മനുഷ്യപുത്രൻ എന്ന് സംബോധന ചെയ്യേണ്ടി വരുന്നത്? മനുഷ്യപുത്രൻ എന്നുള്ളത് മശിഹ എന്ന ആ അർത്ഥത്തിലാണ്, എന്ന് വെച്ചാൽ ക്രിസ്തു എന്ന അർത്ഥത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ശമരിയ സ്ത്രീ യേശുവിനെ കുറിച്ച് അടുത്തറിഞ്ഞപ്പോൾ, ആ യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, മശിഹ ആരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മശിഹയെക്കുറിച്ച് പറയുന്നതായ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മശിഹയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അവരുടെ ആ വചനത്തിൻ്റെ ആഴങ്ങളും വ്യക്തതയോടുകൂടെ മനസ്സിലാക്കുന്ന ഒരു സ്ത്രീയാണ് ശമരിയ സ്ത്രീ. അവർ യേശുവിനുമായി അടുത്ത് ചെന്നപ്പോൾ, യേശുവിനുമായി സംഭാഷിക്കുമ്പോൾ യേശുവിൻ്റെ വാക്കുകളെല്ലാം
ആ മസിഹയെ തൊട്ടുണർത്തുന്നതാണെന്ന് വ്യക്തതയോടുകൂടെ മനസ്സിലാക്കുവാൻ ആ ശമരിയ സ്ത്രീക്ക് കഴിഞ്ഞു എന്നു നാം ദൈവവചനത്തിലൂടെ കാണുന്നു. ശമരിയ സ്ത്രീ അധികമായിട്ടുള്ള വിശ്വാസത്തോടുകൂടെ പ്രത്യാശയോടുകൂടെ മസിഹയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അവൻ വരുമ്പോൾ സകലതും അറിയിച്ചു തരും. അപ്പോൾ യേശു കർത്താവ് അല്ലെങ്കിൽ മസിഹ വരും എന്നുള്ള ഒരു പ്രതീക്ഷയും പ്രത്യാശയോടുകൂടെ ജീവിക്കപ്പെടുന്ന ഒരു സമൂഹം ആ കാലഘട്ടങ്ങളിൽ ഉണ്ട് എന്നതും ദൈവവചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്ന കാര്യമാണ്. ശമരിയ സ്ത്രീ യേശുവിനെ അടുത്ത് വന്നപ്പോൾ ആ യേശുവുമായിട്ടുള്ള സംഭാഷണത്തിൽ കൂടുതലായി അടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവൾ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ കാത്തിരിക്കുന്നതായ ഈ മശിഹ തന്നെയാണ് യേശു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ, അതിന് മുമ്പുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജനം എന്നെ ആർ എന്ന് പറയുന്നു? ജനം എന്നെ ആർ എന്ന് പറയുന്നു? ജനം പറയുന്നതായിട്ടുള്ള പല വിഷയങ്ങളും യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്ന വിഷയങ്ങൾ യേശു ചോദിക്കുകയാണ്, ജനം എന്നെ ആർ എന്ന് പറയുന്നു? അപ്പോൾ പലരും പല ചിന്താഗതികളും പല രീതിയിലും പറയുന്നുണ്ട് യേശുവിനെ കുറിച്ച്. അവർ ആ പ്രവാചകനെന്നും യോഹന്നാൻ സ്നാപകനെന്നും പല തരത്തിലും യേശുവിനെ കുറിച്ച് പരാമർശിക്കുന്നതായ വിവരം ശിഷ്യന്മാർ യേശുവിനെ ധരിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ യേശുവിൻ്റെ അടുത്ത ചോദ്യമാണ് പ്രസക്തി. നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? യേശുവിനെ കുറിച്ച് അവർ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ജനം പറയുന്ന രീതിയിൽ തന്നെയായിരിക്കാം. അവിടെ മറ്റൊരു തലത്തിൽ യേശു ആരെന്ന് പറയത്തക്ക വിധത്തിൽ ഒരു ബന്ധത്തിലേക്ക് മറ്റു ശിഷ്യന്മാർക്ക് പോകുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. കാരണം യേശു ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ എന്നെ അനുഗമിക്ക എന്ന് പറയുമ്പോൾ മറുവാക്ക് പറയാതെ അവരുടെ തൊഴിൽ മേഖലകളെ ഉപേക്ഷിച്ചുകൊണ്ടും മറ്റു കാഴ്ചപ്പാടുകളെ ഉപേക്ഷിച്ചുകൊണ്ടും അവർ യേശു പറയുന്ന വാക്കുകളെ അംഗീകരിച്ച് അനുസരിച്ച് കൂടെ പോകുന്നവരാണ്. അവരുടെ ഉള്ളങ്ങളിൽ യേശു ആരാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ ഭരിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ അവൻ്റെ വാക്കുകളിലുള്ള അധികാരത്തിൽ കീഴ്പ്പെട്ടുകൊണ്ടാണ് ഈ ശിഷ്യഗണം യേശുവിനെ അനുഗമിപ്പാൻ ഇടയായിത്തീർന്നത്. അവൻ്റെ വാക്കുകളെ നിഷേധിപ്പാൻ കഴിയാത്ത വിധത്തിൽ, യേശുവിൻ്റെ വാക്കുകളെ അനുസരിക്കാൻ കഴിയാത്ത വിധത്തിൽ സ്തോത്രം, അവർക്ക് അതിന് ഇടവന്നില്ല എന്നുള്ളതാണ്. അവർ യേശുവിൻ്റെ വാക്കുകളെ അനുസരിച്ചു, അവനെ അനുഗമിച്ചു. പിൽക്കാലങ്ങളിലാണ് ഈ ചോദ്യം യേശു ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടി ശിഷ്യന്മാർക്ക് പറയുവാൻ തക്കവണ്ണം കഴിയാതെ വരുമ്പോൾ തന്നെ കൂട്ടത്തിലുള്ള പത്രോസിനോട് എടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ആ പത്രോസ് എടുത്തു പറയുന്ന മറുപടിയാണ്, നീ ക്രിസ്തുവാകുന്നു. അപ്പോൾ യേശു ക്രിസ്തു ആരാകുന്നു എന്നുള്ള ചോദ്യത്തിന് നീ ക്രിസ്തുവാകുന്നു എന്നുള്ള മറുപടിയാണ് പത്രോസ് യേശുവിന് കൊടുക്കുവാൻ ഇടയായിത്തീർന്നത്. എന്തുകൊണ്ടാണ് പത്രോസിന് അപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടിയത്? അതിന് കാരണം യേശു
വരാൻ പോകുന്നതായിട്ടുള്ള അല്ലെങ്കിൽ താൻ ആരായിരിക്കുന്നു എന്നുള്ള വെളിപ്പാട് അവിടെ പത്രോസിന് മാത്രമേ പ്രാപിക്കുവാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള സത്യമാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. മറ്റാർക്കും യേശുവിൻ്റെ ആ വരവിനെക്കുറിച്ചുള്ളതും യേശുവിനെക്കുറിച്ചുള്ളതുമായ കാഴ്ചപ്പാട് മറ്റാർക്കും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. ആ വെളിപ്പാട് മറ്റാർക്കും ലഭിച്ചില്ല. ആ വെളിപ്പാട് ലഭിച്ചതുമായ ഒരുവനുണ്ടെങ്കിൽ അത് പത്രോസിന് മാത്രമേ ഉള്ളൂ. നീ ക്രിസ്തുവാകുന്നു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷക്തൻ, അയക്കപ്പെട്ടവൻ. അത് വ്യക്തതയോടുകൂടെ മനസ്സിലാക്കിയ ഒരുവനാണ് പത്രോസ്. അപ്പോ ആ വെളിപ്പാട് പത്രോസ് പ്രാപിക്കുവാനിടയായി തീർന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം അവനെക്കുറിച്ച് പത്രോസ് ആ പ്രാപിച്ച വെളിപ്പാടിന് അനുകൂലിച്ചുകൊണ്ടും അതുപോലെ തന്നെ താൻ ആരായിരുന്നു എന്നുള്ള വെളിപ്പാടും അവിടെ നമുക്ക് പ്രാപിക്കുവാൻ കഴിയണം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യരുടെ ഇടയിൽ പാർത്തു. അവിടെ യേശു കർത്താവിൻ്റെ ഈ ലോകത്തിലുള്ള ആഗമനത്തെക്കുറിച്ച്, വരവിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. യേശു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ എന്ന് പറഞ്ഞാൽ അവൻ എടുക്കുന്ന ദാസത്വം, ആ ദാസത്വം ഉയരത്തിൽ തന്നെ അത് നിൽക്കാതെ അവൻ അവിടെ ദൈവമായി തന്നെ, അല്ലെങ്കിൽ ആ സർവശക്തനായ ദൈവമായി തന്നെ നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി നമ്മുടെ ഇടയിൽ പാർക്കേണ്ടതിനായിട്ട് അവൻ മനുഷ്യ ശരീരത്തിൽ ആയിത്തീരുവാൻ ഇടയായി തീർന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യ സാദൃശ്യത്തിലായി. അതാണ് അതിൻ്റെ വസ്തുത. മനുഷ്യ സാദൃശ്യത്തിലായി അവൻ ബലഹീന ശരീരത്തിലേക്ക് അവൻ താഴ്ന്നു വരുവാനിടയായിത്തീർന്നു. ആ ദാസത്വത്തിലേക്ക് അവൻ വിധേയപ്പെടുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് ഉയരത്തിൽ മറ്റൊരു ദൈവവും താഴെ മറ്റൊരു ദാസനായിരിക്കുന്ന ദൈവം എന്ന കാഴ്ചപ്പാടല്ല. അവൻ ആ ദൈവമഹത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായ കൊണ്ട് അവരെപ്പോലെ ജഡരക്തമെടുത്ത് നമ്മുടെ ഇടയിൽ പാർക്കുവാൻ ഇടയായി തീർന്നു. എന്തിനെയാണ് അവൻ അപ്രകാരമുള്ള ഒരു ത്യാഗം ചെയ്യുവാൻ താല്പര്യപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നെ അവൻ ചെയ്ത പാപങ്ങൾ നിമിത്തം അനുതപിച്ചു. അവരെ ദൈവം ശിക്ഷിച്ചു. അവരെ ദൈവം ശിക്ഷാവധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പിന്നത്തേതിൽ അവൻ പറയാം, അവൻ അനുതപിച്ചു. ആ അനുതാപമാണ് ഈ ജഡരക്തത്തോടുകൂടെ യേശുവിന് അല്ലെങ്കിൽ ദൈവത്തിന് ക്രിസ്തുവായി കടന്നു വരുവാൻ കാരണമായി തീർന്നിരിക്കുന്നത്. ആ അനുതാപമാണ്, മനുഷ്യനോടുള്ള അനുതാപം. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, യേശു സർവശക്തനായ ദൈവമായി തന്നെ ഉയരത്തിൽ നിലകൊള്ളാതെ അവൻ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി മനുഷ്യനായി വിളങ്ങി എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെതായിട്ടുള്ള എല്ലാ സ്വഭാവ സവിശേഷതകളും ഗുണങ്ങളും എല്ലാം ആ ശരീരത്തിൽ ആവാഹിക്കപ്പെട്ട് അവൻ ആ കാര്യത്തിന് വിധേയപ്പെടുകയാണ് ചെയ്യുകയുണ്ടായത്. അതാണ് മനുഷ്യനായി വിളങ്ങി എന്ന് പറയുന്നത്, മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് പറയുന്നത്.
തൻ്റെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട്. പ്രിയമുള്ളവരെ, ആ യേശു കർത്താവ് മക്കളെ വീണ്ടെടുക്കേണ്ടതിനായിട്ട് അവൻ ആ ശരീരമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 33.5 വർഷക്കാലം ആ മനുഷ്യ ശരീരത്തിൽ വസിച്ചുകൊണ്ട് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് നടത്തുവാൻ ഇടയായി തീർന്നു. ഈ ദാസത്വത്തെക്കുറിച്ച് യെശയ്യാവ് വെളിപ്പെടുത്തുന്ന വചനമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 42-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, യേശു കർത്താവിൻ്റെ ദാസത്വ ശുശ്രൂഷയ്ക്ക് വിധേയപ്പെടുന്നതിന് മുമ്പ് ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യെശയ്യാവിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ദാസത്വത്തിൻ്റെ അവസ്ഥകളെ. അതിനെക്കുറിച്ച് യെശയ്യാവിന് വെളിപ്പെട്ടത് ഇങ്ങനെയാണ്: ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. കാരണം അവിടെ ഉയരത്തിൽ യേശു അല്ലെങ്കിൽ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം മറ്റൊരു ദാസനില്ല, മറ്റൊരു ദൈവമില്ല, മറ്റാരുമില്ല. അവന് ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്, ഏകനായി നിൽക്കുന്നവനാണ്. അവന് മന്ത്രിയാര് എന്ന ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. യേശു കർത്താവിന് അല്ലെങ്കിൽ ദൈവത്തിന് മന്ത്രിമാരുമില്ല, തന്ത്രിമാരുമില്ല, സകലതും അവൻ തന്നെയാണ്. അവനല്ലാതെ മറ്റൊരുത്തനുമില്ല. ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ആ ഏകനായ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് മറ്റൊരാളുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. മറ്റാരുങ്ങളെ കൊണ്ടും ചെയ്യിപ്പിച്ച് മുന്നോട്ട് കടന്നു പോകുന്ന ഒരു ദൈവമല്ല. അവന് തൻ്റെ മക്കളെ വീണ്ടെടുക്കേണ്ടതിനായി അതിനുവേണ്ടി മറ്റാരെങ്കിലും പറഞ്ഞേക്കുവാൻ തക്ക വിധത്തിൽ അനീതിയുടെ ദൈവമല്ല. അവൻ തന്നെ മക്കൾ ജഡരക്തങ്ങളായതുകൊണ്ടാണ് ആ മക്കളെ രക്ഷിക്കാൻ സ്വപിതാവ് ഈ ഭൂമിയിൽ ജഡരൂപത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നത്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നാം അത് തന്നെയാണ് വായിക്കുന്നത്. 42-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ യഹോവ, അതാകുന്നു എൻ്റെ നാമം, എൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. അപ്പോ ദൈവത്തിൻ്റെ മഹത്വം മറ്റാർക്കും കൊടുക്കുകയില്ല. ദൈവത്തിനുള്ള മഹത്വം ദൈവം തന്നെയാണ്. അത് മറ്റാർക്കും കൊടുക്കുന്നുവെങ്കിൽ അത് ദൈവമല്ല. അങ്ങനെ ആ ദൈവമഹത്വം മറ്റാർക്കും പിടിച്ചു വാങ്ങാനും കഴിയത്തുമില്ല. ആ ദൈവത്തോടുള്ള സമത്വം മറ്റാർക്കും നിലകൊള്ളുവാനും കഴിയത്തില്ല. നമുക്കറിയാം, ലൂസിഫർ ദൈവത്തോടുള്ള സമത്വം പിടിച്ചമർത്തുവാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ അവൻ്റെ അല്ലെങ്കിൽ ദൈവം ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരിക്കുവാനൊന്ന് ഉള്ളങ്ങളിൽ അവനൊന്ന് ചിന്തിച്ചതേ ഉള്ളൂ, അവൻ സാത്താനായി മാറി. അവൻ വെട്ടേറ്റ് നിലത്ത് വീണു. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ ആരുടെങ്കിലും ഉള്ളങ്ങളിലേക്ക് അത് വന്നാൽ അതവൻ്റെ നാശത്തിനും ന്യായവിധിക്കും കാരണമായി തീരുമെന്ന് ദൈവജനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം 2ാം സ്ഥാനമോ 3ാം സ്ഥാനമായി മാറ്റിക്കൊടുക്കുവാൻ ദൈവം ഒരിക്കലും നിലകൊള്ളുന്ന ദൈവമല്ല. യേശു തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു പിതാവിനെ കുറിച്ച് പറഞ്ഞു വരുന്നതായിട്ടുള്ള വിഷയങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. യേശു അവരെ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ആദ്യം മുതൽ നിങ്ങളോട് സംസാരിച്ചു വരുന്നു. ദൈവം
സംസാരിച്ചു വരുന്ന ഒരു വിഷയമുണ്ടെങ്കിൽ ആ വിഷയമാണ് യേശു എന്ന് പറയുന്നത്. മനുഷ്യനോടുള്ള ബന്ധത്തിൽ എക്കാലവും സംസാരിച്ചു വന്ന ദൈവം തന്നെയാണ്. ആ ആദ്യം മുതൽ സംസാരിക്കുന്നവൻ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് എന്ന് ആ വചനങ്ങളിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ പറയുന്നത് 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ തന്നെ അവൻ എന്ന് അവർ ഗ്രഹിക്കും. എപ്പോഴാ ഗ്രഹിക്കുന്നത്? യേശു ക്രിസ്തു മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെട്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഉയർത്തതിന് ശേഷം ഞാൻ തന്നെ അവനെന്ന് അവർ ഗ്രഹിക്കും. അങ്ങനെ ഗ്രഹിക്കാതിരുന്നാൽ 24-ാമത്തെ അല്ലെങ്കിൽ വാക്യങ്ങളിലൊക്കെല്ലാം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, ഞാൻ ഉയരത്തിൽ നിന്നുള്ളവൻ എന്ന് ആരെങ്കിലും ഗ്രഹിക്കാതെ പോയാൽ, ഞാൻ തന്നെ അവനെന്ന് ആരെങ്കിലും ഗ്രഹിക്കാതെ പോയാൽ അവർ അവരുടെ പാപങ്ങളിൽ മരിക്കും. അപ്പൊ നോക്ക്, ദൈവത്തിൻ്റെ വചനം വളരെ സ്പഷ്ടമായി നമ്മളെ പഠിപ്പിക്കുന്നത്, യേശു കർത്താവ് നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നത്, തൻ്റെ മഹത്വം, ദൈവമഹത്വം അത് ദൈവത്തിന് മാത്രമേ ഉള്ളതാണ്. യേശു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മഹത്വം വെളിപ്പെടുത്താനല്ല, ദൈവത്തിൻ്റെ മഹത്വം, അവൻ എന്നെ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ ആ ദൈവം തന്നെയാണ് ഈ ലോകത്തിൽ ദാസനായി വന്നത്. അവൻ എന്നെ മഹത്വപ്പെടുത്തും, ഒരു സമയത്തും അവൻ മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തേക്ക്, ദൈവം താനായിരുന്ന സ്ഥാനത്തേക്ക് തന്നെ അവൻ നിലകൊള്ളും. അതുവരെയും ഈ ദാസത്വത്തെ സ്തോത്രം പിന്നെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തു ദാസനായി വന്നത്, ദാസനായി വിളങ്ങിയത് നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. അതല്ലാതെ ദൈവം ഒരു മതം സ്ഥാപിക്കുവാനോ അല്ലെങ്കിൽ യേശു ഒരു മതം സ്ഥാപിക്കുവാനോ അല്ലെങ്കിൽ ഒരു കൂട്ടരെ മാത്രം രക്ഷിക്കുവാനോ വന്നതല്ല. അവൻ സകലർക്കും വേണ്ടി രക്ഷകനായി കടന്നു വന്നവനാണ്. അതുകൊണ്ട് ആ യേശു കർത്താവിനെ നിങ്ങളുടെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ആ യേശു കർത്താവിനെ ഫിലിപ്പോസ് അംഗീകരിച്ച പോലെ എൻ്റെ കർത്താവും ദൈവമായുള്ളവേ എന്ന് അംഗീകരിക്കുവാൻ, വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ. ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഏകനാമം യേശു ക്രിസ്തു എന്ന നാമമേ ഉള്ളൂ. രക്ഷയുടെ നാമം അത് മാത്രമേ ഉള്ളൂ. മറ്റൊരുത്തനിലും രക്ഷയില്ലെന്നാ പറയുന്നത്. അപ്പൊ ആരെങ്കിലും രക്ഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും നാമങ്ങൾ എടുത്താൽ ആ നാമം കൊണ്ട് രക്ഷയില്ല, ആ നാമത്തിൽ രക്ഷയില്ല, ആ നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ രക്ഷയില്ല. ആരെങ്കിലും ഏതെങ്കിലും ഒരു നാമം പറയുന്നതിലല്ല, യേശു ക്രിസ്തു എന്ന നാമം ഉച്ചരിക്കുവാൻ ധൈര്യമുണ്ടോ? യേശു ക്രിസ്തു എന്ന നാമം വെളിപ്പെടുത്തുവാൻ ധൈര്യമുണ്ടോ? യേശു ക്രിസ്തു എന്ന നാമത്തിൽ ജീവിക്കുവാൻ ധൈര്യമുണ്ടോ? യേശു ക്രിസ്തു എന്ന നാമം നെറ്റിയിൽ ധരിക്കുവാൻ ധൈര്യമുണ്ടോ? വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അവൻ്റെ നാമം അവർ നെറ്റിയിൽ എഴുതി. കർത്താവിൻ്റെ നാമത്തെ, കർത്താവിൻ്റെ തിരുവചനം ആദ്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. മോശയുടെ കാലഘട്ടത്തിൽ മോശ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. അനേകരില്ലായിരുന്നു, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ എല്ലാവരും പക്ഷം ചേരാൻ ഇല്ലായിരുന്നു. എല്ലാവരും പിൻവാങ്ങി. യഹോവയുടെ പക്ഷത്ത് നിൽപ്പാൻ
വിരലിലെണ്ണാവുന്ന അക്കത്തിൽ കുറവുള്ളവരായിരുന്നു. ആ കുറവുള്ളവരെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കുവാനിട വന്നു. അക്കത്തിൽ പെരുപ്പമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നത്. ഇന്ന് പലരും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അക്കത്തിൽ പെരുപ്പമുള്ള സഭകളാണ് ദൈവസഭ എന്ന. അത് തെറ്റായ വിചാരമാണ്. അക്കത്തിൽ പെരുപ്പമുള്ള സഭയാണ് ദൈവസഭ എന്നുള്ള ചിന്ത അത് തെറ്റായ വിവരണമാണ്. അങ്ങനെയെങ്കിൽ ദൈവസഭയെക്കാളും അക്കത്തിൽ പെരുപ്പമുള്ള സഭകൾ മറ്റു സമുദായ സഭകളാണ്. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവരുടെ ഒരു സഭകളിൽ നിലകൊള്ളുന്നത്. അങ്ങനെ വന്നാൽ അതാണ് ദൈവത്തിൻ്റെ സഭ എന്ന് വിശ്വസിക്കപ്പെടേണ്ടി വരും. അപ്പോൾ ജനപ്പെരുപ്പം കൊണ്ടല്ല ദൈവസഭ ഇന്നതെന്ന് തിരിച്ചറിയുന്നത്, ആത്മാക്കളുടെ ഒരുക്കം കൊണ്ടാണ്. കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ധൈര്യമുണ്ടോ? അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും എൻ്റെ നാമം നിഷേധിച്ചില്ല. ആ അല്പത്തിൽ, ആ അല്പമായിട്ടുള്ള ശക്തി കൊണ്ട് അധികം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയും. ശിഷ്യഗണത്തെ 70 പേരെ തിരഞ്ഞെടുത്തുവെങ്കിൽ അതിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്തുവെങ്കിൽ അതിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുത്തുവെങ്കിൽ തിരഞ്ഞെടുപ്പിൽ അക്കങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് പ്രവർത്തിക്കുന്നവരുടെ അക്കങ്ങൾ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു സന്നാഹത്തെ കൊണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യണ്ട. ദൈവജനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വലിയൊരു ജനസന്നാഹത്തെ കൊണ്ടല്ല ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എക്കത്തിനെയും പിന്തിരിപ്പിക്കുവാനിട വന്നു. ഗിദെയോന്റെ കാലഘട്ടത്തിലും നമുക്കത് കാണാൻ കഴിയും. ദൈവജനത്തിൽ എവിടെയും നമുക്കത് കാണാൻ കഴിയും. മോശയുടെ കാലഘട്ടത്തിലും കനാൻ നാട് ഉറ്റുനോക്കുവാൻ പോയപ്പോഴും അത് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, അക്കത്തിൻ്റെ പെരുപ്പിലല്ല ദൈവസഭയുടെ നിലനിൽപ്പ്, ആത്മാവിൻ്റെ ഒരുക്കത്തിലാണ്. യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ ചുരുക്കമേ ഉള്ളൂ. കാലഘട്ടത്തിൽ ഇന്ന് യേശു കർത്താവ് പറഞ്ഞതും ദൈവരാജ്യത്തിലേക്ക് കടന്നു പോകുന്നവർ വളരെ ചുരുക്കമേ ഉള്ളൂ. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ വലയിൽ അകപ്പെടുന്നവർ അനേകരാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്നവർ ചുരുക്കം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് സമുദായത്തിലുള്ളവരായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് സഭകളിൽ നിലകൊള്ളുന്നവരായിക്കൊള്ളട്ടെ, സംഘടനയുടെ വലിപ്പമോ സംഘടനയുടെ പെരുപ്പമോ കണ്ട് അതിൻ്റെ പേരിൻ്റെ ആ മഹത്വം കണ്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ അടിയറവ് പറയാതെ ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവ് നിങ്ങൾക്ക് രക്ഷ നൽകിയിരുന്നുവെങ്കിൽ അവനിൽ വിശ്വസിച്ച് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. അവൻ അങ്ങനെയുള്ളവനെന്ന് നിങ്ങൾ തിരിച്ചറിയാതെ പോയാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ആയതിനാൽ ഞാൻ എൻ്റെ സന്ദേശത്തെ ഇവിടെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ മനസ്സുണ്ടോ? ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദകാലം. ഈ രക്ഷയുടെ ദിനം നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ മനസ്സുണ്ടോ? അങ്ങനെയെങ്കിൽ പാപങ്ങളുടെ മോചനത്തിനായി പാപത്തെ വെടിയുവാൻ രക്ഷ നൽകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഇടയായി തീരുമാറാകട്ടെ. ആ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് കർത്താവിൻ്റെ സഭയോട് ചേരുവാൻ കർത്താവ് നിങ്ങളെ ഏവരെയും
അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, ക്രിസ്തു ദാസൻ മാത്രമല്ല, അവൻ ദൈവം ആണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുക. കർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.